ഫ്രണ്ട്സ്, നമ്മളിന്ന് സേമിയം കൊണ്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മൾ സേമിയം കുറച്ച് സേമിയം എടുത്തിട്ട് നമ്മളിതുപോലെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് റോസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള സേമിയം നമ്മളിതാ വെള്ളം ചൂടാക്കി അതിലേക്ക് ഇട്ടുകൊടുത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിൽ പാല് ചൂടാൻ വെക്കാം. ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മധുരം അനുസരിച്ച് നിങ്ങൾ പഞ്ചസാരൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഇനി നമ്മളിതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മൾ സേമിയ ഇവിടെ വെന്ത് വന്നത് ഊറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കോൺഫ്ലവറൊക്കെ കലക്കിയത് നല്ലപോലെ ഇതായിട്ട് നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ വനില എസൻസ് ചേർത്ത് ഇതാ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് സേമിയ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മൾ സേമിയ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 5 മണിക്കൂർ നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതാ നമ്മളിത് വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് അതിലേക്ക് കാഷ്നട്ടും അതുപോലെ ബദാമും പിസ്തയൊക്കെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ മേലെ ഒരു ലെയറും കൂടി ഒഴിച്ച് ഇതാ നമ്മൾ പുഡിങ് കൂടെ റെഡി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ മേലെ ബാക്കി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതുതായിട്ട് ആരെയും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.